നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം വിട്ട് തേവാരം റോഡിനായുള്ള ജനകീയ ആവശ്യം വീണ്ടും സജീവമാകുന്നു. പീരുമേടിന്റെ ജനനായകന് 15ാം കേരള നിയമസഭ 14ാമത് സമ്മേളനത്തിന്റെ ചരമോപചാരം. പീരുമേട് MLA ആയിരിക്കെ അന്തരിച്ച വാഴൂർ സോമന് ADM ഷൈജു P. ജേക്കബ് ഭവനത്തിലെത്തി ചരമോപചാര ഫലകം കൈമാറി. സിനിമാ ചിത്രീകരണങ്ങളുടെ പ്രിയ ലൊക്കേഷനായ ഇടുക്കിയിലെ മലങ്കര ജലാശയം ഇപ്പോൾ മാലിന്യ ഭീഷണിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ്. മെഡിക്കൽ കോളേജിൽ യാതൊരു സൗകര്യങ്ങളുമില്ല. രോഗികളെ മറ്റിടങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന റഫറൽ ആശുപത്രിയായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറിയെന്നും തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പോലും മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെന്നും പ്രൊഫസർ എം.ജെ. ജേക്കബ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മലയോര ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 13 വർഷം മുമ്പ് ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. LDF ഗവൺമെന്റിന് മെഡിക്കൽ കോളേജിനോട് എക്കാലവും അവഗണനയാണ്. പഠനം പൂർത്തിയായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ സമരങ്ങൾ പലതും നടന്നു. ഏറ്റവും പ്രധാനമായ ഓപ്പറേഷൻ തിയേറ്റർ പോലും ഇല്ല. പണി പൂർത്തീകരിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ കാൽനടയാത്ര പോലും കഴിയാത്ത സ്ഥിതിയായി. ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഇനിയും അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളെക്കുറിച്ച് ചിന്തിക്കുമെന്നും പ്രൊഫസർ എം.ജെ. ജേക്കബ് ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും സൗകര്യം ഉണ്ടോ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. ഒരു താലൂക്ക് ആശുപത്രിയിലെ പോലും സൗകര്യമില്ലാതെ അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മുഴുവൻ എന്താ ചെയ്യുന്നത്? പുറത്തേക്ക് കുറിച്ചുവിടുകയാണ്. അങ്ങനെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം. ഒരു കാര്യം പറയാം, ഇതൊരു റഫറൽ ആശുപത്രിയാണ്. അവിടെ ചെല്ലുന്ന രോഗികൾ ചെന്ന് കഴിഞ്ഞാൽ അവരെ മുഴുവൻ ഒന്നെങ്കിൽ അടുത്ത സ്വകാര്യ ആശുപത്രികളിലേക്ക് കുറിച്ചു കൊടുക്കും. ഇവിടെ ഞങ്ങൾക്ക് സൗകര്യമില്ല. പല ഡോക്ടർമാരും വളരെ ദയനീയമായിട്ടാണ് പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രി പോകാം. മറ്റ് നേതാക്കളായ വർഗീസ് വെട്ടിയാങ്കൽ, അഡ്വക്കേറ്റ് എബി തോമസ്, ബെന്നി പുതുപ്പടി, കെ വിജയൻ, ഷിജോ ഞവരക്കാട്ട് എന്നിവരും ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം വിട്ട് തേവാരം റോഡിനായുള്ള ജനകീയ ആവശ്യം വീണ്ടും സജീവമാകുന്നു. തമിഴ്നാട്ടിൽ ശക്തമായ സമരപരിപാടികളുമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇന്ന് തേവാരത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കി പാത പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യത്തിന് 6 പതിറ്റാണ്ട് പഴക്കമുണ്ട്. മുൻപ് ചരക്കു നീക്കം വരെ നടന്നിരുന്ന പാത തമിഴ്നാട് അടയ്ക്കുകയായിരുന്നു. 1964 MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ റോഡ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ തമിഴ്നാട് വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി നടപ്പാക്കാനായില്ല. പിന്നീട് 1981 റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നു. തുടർന്ന് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ തേവാരത്ത് ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് 12 മണിക്കൂർ ഉപവാസം നടത്തിയാണ് തേവാരത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. 25 கிராம குழு ஒருங்கிணைப்பாளர் முருகானந்தம் பேசுறேன். இன்னைக்கு இந்த பாண்டியர்குல வணிக சங்கம் எடுத்த முயற்சி வெற்றி பெறட்டு இந்த ரோடு கூடி சீக்கிரம் வரணும்னு வேண்டிக்கிறோம் எல்லாருமே. 81 ஆரம்பிச்ச போராட்டம் இன்னைக்கு வரைக்கும் அது நடந்துட்டு இருக்கு. ஒரு 6 மாசத்துக்கு முன்னாடி கூட பாரத்தூர்ல ஒரு டாக்டர், லேடி டாக்டர்
റോഡ് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന സമരത്തിന് പിന്തുണ അറിയിച്ച് തേവാരത്തെത്തിയ APCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്നതെന്ന് മാത്രമല്ല, ഒരു അന്തർസംസ്ഥാന രംഗത്ത് വലിയ ചുവടുവെപ്പായിരിക്കും, അന്തർസംസ്ഥാന ബന്ധത്തിൽ വലിയ ചുവടുവെപ്പായിരിക്കും തേവാരംപെട്ട റോഡിന്റെ നിർമ്മാണം. 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഇവിടെ നിന്നും നമുക്ക് കേരളത്തിന്റെ തമിഴ്നാട് അതിർത്തിയിൽ എത്താൻ കഴിയും. ഇന്ന് കേവലം 4 കിലോമീറ്റർ ദൂരം റോഡ് പണിയുന്നതിന് വേണ്ടി 4 പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിലെ ആളുകൾ സമരം ചെയ്യുക. വരും ദിവസങ്ങളിലും ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്തു വരുമെന്നാണ് ഇടുക്കിയിലെയും തേവാരത്തെയും ജനങ്ങൾ പദ്ധതിയിടുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പീരുമേടിന്റെ ജനനായകന് 15ാം കേരള നിയമസഭ 14ാമത് സമ്മേളനത്തിന്റെ ചരമോപചാരം. പീരുമേട് MLA ആയിരിക്കെ അന്തരിച്ച വാഴൂർ സോമന് ADM ഷൈജു P ജേക്കബ് ഭവനത്തിലെത്തി ചരമോപചാര ഫലകം കൈമാറി. ജനമനസ്സുകൾ അറിഞ്ഞ ജനപ്രതിനിധിയായിരുന്നു അന്തരിച്ച MLA വാഴൂർ സോമൻ എന്ന് ADM ഷൈജു P ജേക്കബ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ ജനഹൃദയങ്ങൾ അറിഞ്ഞ പീരുമേടിന്റെ ജനനായകൻ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമൻ വിടവാങ്ങിയിട്ട് ഇന്ന് 6 മാസം പിന്നിടുകയാണ്. 4.5 വർഷക്കാലം കൊണ്ട് പീരുമേടിനെ വികസന പാതയിലെത്തിക്കുവാൻ പ്രായം മറന്നുള്ള ഓട്ടത്തിനിടെ 2025 ആഗസ്റ്റ് 21 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം വേദിയിൽ നിന്നും ഇറങ്ങവെയാണ് കുഴഞ്ഞു വീണ് മരണം സംഭവിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് നിയമസഭാ സാമാജികനായി ജനഹൃദയങ്ങൾക്കൊപ്പം നിയമസഭാ അംഗങ്ങൾക്കും പ്രിയങ്കരനായ വാഴൂർ സോമന് 15ാം നിയമസഭയിലെ 14ാം സമ്മേളനം അന്ത്യോപചാരം നൽകി. നിയമസഭാ സ്പീക്കർ AM ഷംസീർ തയ്യാറാക്കിയ അന്ത്യോപചാരം ഫലകത്തിൽ പകർത്തി ഇടുക്കി ജില്ലാ കളക്ടർക്ക് അയക്കുകയായിരുന്നു. ഈ അന്ത്യോപചാര ഫലകമാണ് ADM ഷൈജു P ജേക്കബിന്റെ കൈവശം വാഴൂർ സോമന്റെ കുടുംബത്തിന് കൈമാറുന്നതിനായി കൊടുത്തയച്ചത്. വാഴൂർ സോമന്റെ ഭവനത്തിലെത്തിയ ADM പത്നി ബിന്ദു സോമന് അന്ത്യോപചാര ഫലകം കൈമാറി. ഇതൊരു നിയോഗം ആണെന്ന്. കാരണം സോമൻ സാറുമായിട്ട് എനിക്കുള്ള ബന്ധം അതൊരു ADM-ഉം MLA-യും തമ്മിലുള്ള ബന്ധമല്ല. ആ ബന്ധത്തിലുപരിയായിട്ട് അതൊരു വ്യക്തിബന്ധം, ഒരു ഹൃദയബന്ധം പോലെ ഒന്നായി. എന്ത് കേസുണ്ടെങ്കിലും, സാധാരണക്കാരുടെ വിഷയങ്ങളുണ്ടെങ്കിൽ ഉടനെ അദ്ദേഹം ADM ഇന്ന കേസുകളുണ്ട്, ഞാൻ ആളെ പറഞ്ഞു വിടും, കാണണം, ഇവരെ കേൾക്കണം എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയുന്ന കേസുകൾ ആ ഒരു ആത്മാർത്ഥതയോടെ, അതായത് സാധാരണ ജനങ്ങള്, താഴേക്കിടയിലുള്ള ജനങ്ങളുടെ കേസുകൾ വളരെ സിൻസിയറായിട്ട് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ആ പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ PA ആയിരുന്നു ഗണേശൻ, ഇപ്പോ TSO ആണ്, അദ്ദേഹത്തിനും അറിയാം വന്നു കഴിഞ്ഞാൽ എന്റെ ക്യാബിനിൽ കുറച്ചുനേരം ഇരിക്കാതെ പോയി. MLA-യുടെ പത്നി ബിന്ദു സോമൻ, ഭാര്യാമാതാവ്, മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമൻ എന്നിവരെ ADM ആശ്വസിപ്പിച്ചു. പീരുമേട് തഹസിൽദാർ സന്തോഷ് വിശംബരൻ, ഡെപ്യൂട്ടി തഹസിൽദാർ മജോഷ് മൈക്കിൾ, MLA-യുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്ന M ഗണേശൻ, ജില്ലാ കളക്ടറുടെ പ്രതിനിധി CA വിജേഷ് തുടങ്ങിയവരും അന്ത്യോപചാര ഫലക കൈമാറ്റ ചടങ്ങിന് അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ ഭവനത്തിൽ എത്തിയിരുന്നു. സിറ്റി വിഷൻ ന്യൂസ്, പീരുമേട്. സിനിമാ ചിത്രീകരണങ്ങളുടെ പ്രിയ ലൊക്കേഷനായ ഇടുക്കിയിലെ മലങ്കര ജലാശയം ഇപ്പോൾ മാലിന്യ ഭീഷണിയിൽ. ചിത്രീകരണത്തിന് ശേഷം സിനിമാ പ്രവർത്തകർ ഉപേക്ഷിച്ചു പോയ ടൺ കണക്കിന് പ്ലാസ്റ്റിക് നിർമ്മാണാവശിഷ്ടങ്ങളാണ് പരിസ്ഥിതിക്കും കുടിവെള്ള പദ്ധതികൾക്കും തിരിച്ചടിയാകുന്നത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലങ്കര ഡാമും പരിസരവുമാണ് ഇന്ന് ഇത്തരത്തിൽ മാലിന്യക്കടലായി മാറിയിരിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്ക് പകരം ഇന്നിവിടെ കാണാനാവുന്നത് ആസ്ബെറ്റോസ് ഷീറ്റുകളും തെർമോക്കോളുകളും സിമന്റ് അവശിഷ്ടങ്ങളുമാണ്. നൂറുകണക്കിന് സിനിമകൾക്ക് പശ്ചാത്തലമായ ഈ മനോഹര തീരം സമീപകാലത്ത് നടന്ന ചിത്രീകരണങ്ങൾക്ക് ശേഷം കൃത്യമായി വൃത്തിയാക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. സ്ഥലം പഞ്ചായത്തിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലല്ലാത്തതിനാൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ടെന്ന് കുടയത്തൂർ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. എങ്കിലും ഈ വിഷയം അതീവ ഗൗരവകരമാണ്.
മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് MVIPക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MVIPയുടെ സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. അവിടെയാണ് ഈ വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ വേസ്റ്റ് ഇട്ടിരിക്കുന്ന വിഷയം നമ്മുടെ മെമ്പർമാർ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും കഴിഞ്ഞ 16-ാം തീയതി നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും അന്ന് തന്നെ നമ്മൾ MEPയിലേക്ക് വിളിച്ചിരുന്നു. അപ്പം അവർ അത് നീക്കം ചെയ്തോളാം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ മെയിൽ അയച്ചിട്ടുമുണ്ട്. അത് പഞ്ചായത്തുമായിട്ട് യാതൊരു ഉടമ്പടിയുമുള്ള കാര്യമല്ല. ലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പദ്ധതികളെ പോലും ബാധിക്കുന്ന തരത്തിലാണ് മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് ഒഴുകുന്നത്. ജിപ്സവും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ളവ ജലാശയത്തിൽ കലരുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും. നേരത്തെ മാലിന്യത്തിന്റെ ഒരു ഭാഗം ഇവിടെ വെച്ച് തന്നെ കത്തിച്ചതായും ആരോപണമുണ്ട്. സിനിമാ ചിത്രീകരണത്തിന് ഭൂമി വിട്ടു നൽകുമ്പോൾ കൃത്യമായ നിബന്ധനകളോടെയുള്ള കരാറുകൾ ഉണ്ടാക്കാത്തതാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് പ്രധാന കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. മാലിന്യം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകുന്നത് പതിവായിരിക്കുകയാണ്. സർക്കാർ വകുപ്പുകളുടെ ഏകോപിതമായ നടപടി ഇവിടെ അടിയന്തരമായി ഉണ്ടായേ തീരുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 വകുപ്പുകളുടെ അധീനതയിലാണ് ഈ ഭൂമിയുള്ളത്. ഒന്ന് ജലവിഭവ വകുപ്പ്, രണ്ടാമത് വനം വകുപ്പ്. ഇവിടെ നിരവധി സിനിമാ ഷൂട്ടിങ്ങുകളും മറ്റു പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെ ഇതിന് ശേഷം നിർമ്മാർജ്ജനം ചെയ്യുന്ന ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ വിവരിക്കണം. അതിനുള്ള എഗ്രിമെൻ്റ് വേണം, ബോർഡും വെപ്പിക്കണം. പ്രകൃതി ഭംഗി നുകരാനെത്തുന്ന സഞ്ചാരികളെയും കുടിവെള്ളത്തിനായി ജലാശയത്തെ ആശ്രയിക്കുന്ന സാധാരണക്കാരെയും ഒരുപോലെ വെല്ലുവിളിക്കുകയാണ് ഈ മാലിന്യ കൂമ്പാരം. എത്രയും വേഗം ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത മലങ്കരയുടെ സ്വാഭാവിക ഭംഗി വീണ്ടെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കുക. സിറ്റി വിഷൻ, തൊടുപുഴ. കേരളത്തിന്റെ സാമൂഹിക പുരോഗമന ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ സ്കൂൾ തല വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങളിൽ ആവേശകരമായ പങ്കാളിത്തം. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മത്സരം കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും, തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മത്സരം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. ഇരു വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുമായി 10 ടീമുകൾ വീതം ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. കട്ടപ്പന, പീരുമേട്, നെടുങ്കണ്ടം, മൂന്നാർ തുടങ്ങിയ സബ് ജില്ലകളിലെ 61 സ്കൂളുകളിൽ നിന്ന് 206 വിദ്യാർത്ഥികളാണ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തത്. കട്ടപ്പന AEOC രാജശേഖരന്റെ നേതൃത്വത്തിലാണ് മത്സരം നടന്നത്. രാവിലെ 9 മുതൽ ക്വിസ് കേന്ദ്രത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. KG വിനീതായിരുന്നു ക്വിസ് മാസ്റ്റർ. തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കുമളി GVHS സ്കൂളിലെ അധ്യാപകൻ രാമർ തമിഴിൽ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്വിസ് മത്സരത്തിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് നേതൃത്വം നൽകി. കലയാന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പോൾ സേവ്യർ ക്വിസ് മാസ്റ്റർ ആയിരുന്നു. 52 സ്കൂളുകളിൽ നിന്നും 179 കുട്ടികൾ പങ്കെടുത്തു. ഈ കിട്ടുന്ന ആൾക്കാര് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താലും അല്ലേ, അപ്പൊ നമ്മൾ വളരെ സുതാര്യമായിട്ട് നല്ല. ഫെബ്രുവരി 3-ാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ നടക്കും. സ്കൂൾ തല ഫൈനൽ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയും 3-ാം സ്ഥാനക്കാർക്ക് 2 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകയായി ലഭിക്കുക. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മൊമെന്റോയും സമ്മാനമായി നൽകും. സിറ്റി വിഷൻ, ഇടുക്കി. നവകം പുരസ്കാരത്തിന് അർഹനായി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയൻ അഭിലാഷ്. ലോക മലയാളി സംഘടനയായ അക്ഷരയാനം സംസ്ഥാനത്തെ മികച്ച ലൈബ്രറിയനായി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയൻ അഭിലാഷിനെ തെരഞ്ഞെടുത്തു. 2025 വർഷത്തെ പ്രവർത്തന മികവിനാണ് നവകം എന്ന പേരിൽ പുരസ്കാരം നൽകിയത്. ജനുവരി 26-ന് തൃശൂരിൽ വെച്ച പുരസ്കാരം ഏറ്റുവാങ്ങും. മാട്ടക്കട്ട വട്ടമല അഭിലാഷ് 25 വർഷം മുമ്പാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയനായി ചുമതലയേറ്റത്. തുടർന്ന് വായനശാലയെ പടിപടിയായി ഉയർത്തി. വ്യക്തികൾ മരിക്കും, പുസ്തകവും വായനയും മരിക്കില്ലെന്ന തത്വത്തിലൂന്നി ജനങ്ങളെ വായനയുടെ ലോകത്തെത്തിച്ചു. ഒരു എഴുത്തുകാരൻ കൂടിയായ അഭിലാഷ് കഴിഞ്ഞ 1 വർഷം കൊണ്ട്
നിരവധി തവണ സാംസ്കാരിക കൂട്ടായ്മ വിളിച്ചു ചേർത്ത് ദിനാചരണങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, സാമൂഹ്യ പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനം, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനം കൊണ്ട് നാട്ടുകാർക്ക് മാതൃകയായി മാറിയിരുന്നു. അഭിലാഷിന്റെ പ്രവർത്തന മികവുകൊണ്ട് തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ നിന്നും പോലും ഇവിടെ വായനയുടെ അക്ഷരത്താളുകൾ തേടി നിരവധി ആളുകൾ എത്തുന്നു. ലൈബ്രറിയിൽ SC ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. BLO ഡ്യൂട്ടിക്കിടയിലാണ് ലൈബ്രറിയുടെ ചുമതലയും ഭംഗിയായി നിറവേറ്റുന്നത്. എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ലൈബ്രറിയുടെ പ്രവർത്തനം എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ, പഞ്ചായത്തിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായത്തോടെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയും കഴിഞ്ഞ 2025 നിരവധി പ്രോഗ്രാമുകൾ മാതൃകാപരമായി നമ്മൾ സംഘടിപ്പിച്ചു പോരുകയും അത് വൻ വിജയകരമായി നടപ്പാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വായനശാലയെ പ്രതിസന്ധി ഘട്ടത്തിലും കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിനുള്ള അംഗീകാരമായി ഞാൻ ഇതിനെ കാണുകയാണ്. വായനയുടെ വസന്തം തീർത്ത് ലോകമെങ്ങുമുള്ള മലയാളികളുടെ കൂട്ടായ്മയായി മാറിയ അക്ഷരയാനത്തിന്റെ 9ാമത് കുടുംബ സംഗമത്തോടനുബന്ധിച്ചാണ് നവകം 2025 പുരസ്കാരം ഏർപ്പെടുത്തിയത്. 2026 ജനുവരി 26 തൃശൂർ വിവേകോദയം സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. ലൈബ്രറി കൗൺസിൽ അംഗീകാരമുള്ള ഗ്രാമീണ വായനശാലകളിലെ മികച്ച ലൈബ്രറിയന്മാർക്കാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. എന്നാൽ അഭിലാഷിന്റെ പ്രവർത്തന മികവാണ് മറ്റ് ലൈബ്രറിയന്മാരെ പിന്തള്ളി അഭിലാഷിനെ പുരസ്കാരത്തിന് ഉടമയാക്കിയത്. ഓരോ ജില്ലയിൽ നിന്നും ഒരാൾ വീതം 14 പേർക്കാണ് പുരസ്കാരം. അർഹരായ ലൈബ്രറിയന്മാരെ ഗൂഗിൾ ഫോം വഴിയാണ് നിർദ്ദേശിച്ചത്. അക്ഷരയാനം വിദഗ്ധ സമിതിയാണ് മികച്ച ലൈബ്രറിയന്മാരെ തെരഞ്ഞെടുത്തത്. സിറ്റി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്.
രാജാക്കാട് കൊച്ചുമുല്ലക്കാനം കുഞ്ചിത്തണ്ണി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ 2.5 വർഷമായി നടന്നു വരികയാണ്. 2 വർഷമായി ഈ റൂട്ടിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ നിലവിലില്ല. ഈ റൂട്ടിൽ അടിയന്തരമായി പൊതുഗതാഗതം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ITI വിദ്യാർത്ഥികൾ മുല്ലക്കാനത്ത് റോഡ് ഉപരോധിച്ചു. രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും 4 കിലോമീറ്റർ അകലെ കൊച്ചുമുല്ലക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന രാജാക്കാട് ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥികളാണ് റോഡ് ഉപരോധ സമരവുമായി മുന്നിട്ടിറങ്ങിയത്. ഏകദേശം 2.5 വർഷക്കാലമായി ITIയുടെ സമീപത്തു കൂടിയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ്. ഇവിടെ പൊതുഗതാഗത സംവിധാനം നിലച്ചിട്ട 2 വർഷം കഴിയുന്നു. ITI വിദ്യാർത്ഥികൾ 2 മുതൽ 4 കിലോമീറ്റർ വരെ നടന്നാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്നത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുറഞ്ഞപക്ഷം രാവിലെ 8 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 5:30 വരെയുമുള്ള ബസ്സുകളെങ്കിലും ITI ജംഗ്ഷനിൽ വന്ന് തിരിച്ചു പോകുന്ന തരത്തിൽ ഗതാഗതം ക്രമീകരിക്കുന്നതിനായി ഇടപെടണമെന്നുമാണ് ITI വിദ്യാർത്ഥികളുടെ ആവശ്യം. ITIയിൽ പഠിക്കാനായി രാജാക്കാട് ടൗണിൽ വന്നിറക്കുന്ന കുട്ടി 4-5 കിലോമീറ്ററോളം നടന്ന് ക്യാമ്പസിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അങ്ങേയറ്റം. ഉപരോധ സമരം AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡെൽവിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി റോഷൻ റോയ്, പ്രസിഡന്റ് ശരവൺ ജെ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. NRCT SNV സ്കൂളിന്റെ മെറിറ്റ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. ദേവികുളം സബ് കളക്ടർ VM ആര്യ IAS ഉദ്ഘാടനം ചെയ്തു. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയാണ് ആദരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ മാനേജർ KP ജെയിൻ അധ്യക്ഷത വഹിച്ചു. ദേവികുളം സബ് കളക്ടർ VM ആര്യ IAS ഉദ്ഘാടനം നിർവഹിച്ചു. മെറിറ്റ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ മെറിറ്റ് എന്ന അവാർഡ് വാങ്ങുന്ന എല്ലാവരും ഒരു സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്നവർ തന്നെയാണ്. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ഇന്ന് ഈ അവാർഡ്സ് വാങ്ങുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മെറിറ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴും അതിന് പറ്റാത്ത പല പല കാര്യങ്ങൾ കൊണ്ട് പറ്റാത്ത അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ശ്രമിച്ചിട്ടും ചിലപ്പോൾ ആ മുൻനിരയിൽ എത്താത്തവരെയും കൂടെ നിങ്ങൾ ഓർക്കുക. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. യൂണിയൻ വൈസ് പ്രസിഡന്റ് G അജയൻ ദേശീയ കായിക താരങ്ങളെ ആദരിച്ചു. പ്രിൻസിപ്പാൾ OS റെജി റാങ്ക് ജേതാക്കളെ ആദരിച്ചു. രാജാക്കാട് SHO V വിനോദ് കുമാർ അക്കാദമിക് മികവിനുള്ള ആദരം നൽകി. PTA പ്രസിഡന്റ് VN ഉല്ലാസ് കലാപ്രതിഭകളെ ആദരിച്ചു. ഹെഡ്മാസ്റ്റർ KR ശ്രീനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KS രതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ നടന്നു. 8 പ്ലാറ്റൂണുകളിലായി 158 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ടാണ് നടന്നത്. പരേഡ് കമാൻഡർ ജുവൽ മരിയ ജോജി, സെക്കൻഡ് ഇൻ കമാൻഡർ M നിരഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിൽ കല്ലാർ സ്കൂളിലെ 78 കേഡറ്റുകളും നെടുങ്കണ്ടം സ്കൂളിലെ 80 കേഡറ്റുകളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നത്. കേഡറ്റുകൾ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് നൽകിയ ശേഷം ADNO സുരേഷ് ബാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉത്തമ പൗരനായി ജീവിക്കുമെന്നും കേഡറ്റുകൾ 8 പ്ലറ്റൂണുകളിലായി അണിനിരന്ന് നടത്തിയ മാർച്ച് പാസ്റ്റിന് പ്ലറ്റൂൺ കമാൻഡർമാരായ ദിയ പ്രദീപ്, AH ആസിഫ്, നന്ദന മനോജ്, A സാരംഗ്നാഥ്, സാബിത് അലി, ശ്രീലക്ഷ്മി ബിജു, അഭിഷേക് സജി, അഭിരാമി റജി എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന DYSP VA നിഷാദ് മോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത സന്ദേശം നൽകി. നിയമം അനുസരിക്കുന്ന ഒരു സമൂഹമായി മാറണം വളർന്നു വരുന്ന തലമുറ. ഇന്നേറെയും നമ്മുടെ രാജ്യത്ത് നിയമം ലംഘിക്കപ്പെടാൻ മുന്നോട്ട് വരുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു ചെറിയ സമൂഹം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് വളർന്നു വരിക എന്നുള്ളത് തന്നെ വളരെ
വലിയൊരു മഹത്തായ സംഭാവനയാണ് നമ്മൾ പൊതുസമൂഹത്തിന് നൽകുന്നത്. വളരെ പ്ലറ്റൂൺ കമാൻഡർമാർ, മികച്ച കേഡറ്റുകളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ, ഡ്രിൽ ഇൻസ്പെക്ടർമാരായ ഡോൺ അഗസ്റ്റിൻ, ജയശ്രീ, ആർ അരുൺ, ഹരിപ്രിയ, ദീർഘകാലം SPC CPO ആയി സേവനം ചെയ്ത റിട്ടയർഡ് ഉദ്യോഗസ്ഥ മറിയാമ്മ ആംബ്രോസ് എന്നിവരെ യോഗത്തിൽ വെച്ച് മൊമെന്റോകൾ നൽകി ആദരിച്ചു. നെടുങ്കണ്ടം SI ലിജോ P മാണി, SPC പ്രൊജക്ട് ADNO SR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിഹാബ് ഇട്ടിക്കൽ, റൂബി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോണിയ മാർട്ടിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ PTA, SMC ഭാരവാഹികൾ, അധ്യാപകർ, SPC പോലീസ് ഉദ്യോഗസ്ഥർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ചക്കുവെള്ളം അണക്കരയിലെ വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകും. ഈ മാസം 26-ന് അണക്കര SNDP ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണ യോഗം മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രസനാധിപൻ സക്കറിയ മാർ സെവേറിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യും. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ, വെള്ളി ഗ്രാമിന് 340 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം വിട്ട് തേവാരം റോഡിനായുള്ള ജനകീയ ആവശ്യം വീണ്ടും സജീവമാകുന്നു. പീരുമേടിന്റെ ജനനായകന് 15ാം കേരള നിയമസഭ 14ാമത് സമ്മേളനത്തിന്റെ ചരമോപചാരം. പീരുമേട് MLA ആയിരിക്കെ അന്തരിച്ച വാഴൂർ സോമന് ADM ഷൈജു P ജേക്കബ് ഭവനത്തിലെത്തി ചരമോപചാര ഫലകം കൈമാറി. സിനിമാ ചിത്രീകരണങ്ങളുടെ പ്രിയ ലൊക്കേഷനായ ഇടുക്കിയിലെ മലങ്കര ജലാശയം ഇപ്പോൾ മാലിന്യ ഭീഷണിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.